ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വൈറ്റനിങ് സോപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മുടെ പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ക്വാളിറ്റി ബേസാണ്, ഗ്ലിസറിൻ ബേസ്. ഇത് നമുക്ക് 1 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഈ സോപ്പ് ബേസിന് നല്ല കട്ടിയും സോപ്പിന് നല്ല പതയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വെച്ച് സോപ്പ് ഉണ്ടാക്കിയ ആരും സോപ്പിനൊരു കംപ്ലൈൻ്റ് ഒന്നും പറയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിനായിട്ട് ഇനി വേണ്ടത് എന്താണ്, മുരിങ്ങയിലയുടെ പൗഡറാണ് കേട്ടത്. ഇത് സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ. പിന്നെ ഇതാണെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ, പിന്നെ ഇത് വെജ് ഗ്ലിസറിൻ, പിന്നെ ഇതിന് ചൂട്ടാവണ ഏതെങ്കിലും ഒരു സ്മെല്ല് ചേർക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് സാൻഡലോ നീമോ അതുപോലെ തുളസി അങ്ങനെ എന്തെങ്കിലും സ്മെല്ലും ചേർക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബേസ് മെൽറ്റ് ചെയ്തിട്ട് വരാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് വരാം അല്ലേ. ഇനിയിപ്പോൾ എല്ലാ വീഡിയോസിലും ഇനി കട്ട് ചെയ്യണം മെൽറ്റ് ചെയ്യണമെന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമുക്കത് കട്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് വന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് അലോവേര ജെല്ല് ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അലോവേര ജെല്ലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം കൂടി ഒന്ന് വെയിറ്റൊക്കെ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഒരു 6 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ അലോവേര ജെല്ല്. ഇനി നമുക്ക് മുരിങ്ങയിലയുടെ പൗഡർ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊരു 2 ഗ്രാം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓറഞ്ച് പീൽ പൗഡറും 2 ഗ്രാം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വെജ് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സോപ്പിലേക്ക് 1 ടീസ്പൂൺ എന്ന അളവിലാണ് കേട്ടോ ഞാൻ ചേർത്തേക്കണം. ഇതിൽ ഗ്ലിസറിൻ എപ്പോഴും ഇത്തിരി കൂടുതലിരിക്കണം, നല്ലതാണ്. സ്കിൻ ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഗ്ലിസറിൻ ഇത്തിരി കൂടുതൽ ചേർക്കണം, നല്ലതാണ് കേട്ടോ. ഈ ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളും ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബേസൊക്കെ ഇവിടെ മെൽറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല ഫൈൻ പേസ്റ്റ് ആവണ വരെ നല്ല രീതിയിൽ ഇതിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമേ നമുക്ക് ബേസിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 2 സോപ്പിനുള്ള ഒരു അളവാണ് ഞാൻ എടുത്തേക്കണം. 20 ഗ്രാംസ് വരെ ആഡ് ചെയ്യാം, പക്ഷേ ഇതൊരു 15 ഗ്രാംസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ വെജ് ഗ്ലിസറിനും വൈറ്റമിൻ ഇയും എല്ലാം കൂടി ചേർത്തപ്പോൾ ഒരു 15 ഗ്രാംസ് ഉണ്ട് കേട്ടോ. ഇത് മതി നമുക്ക്. ഇപ്പോൾ നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബേസ് എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ സോപ്പ് ബേസ് കണ്ട ഭയങ്കര ക്ലിയറാണ് കേട്ടോ. നമ്മുടെ ബേസ് കണ്ടോ, നല്ല ക്ലിയറാണ്, കാണാൻ പറ്റണുണ്ടോ? ഇത് കുറച്ചല്ലേ ഉള്ളതുകൊണ്ട് കണ്ടോ, ബേസ് കണ്ടോ, നല്ല ക്ലിയർ ബേസാണ് കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ മിക്സും ചേർത്ത് കൊടുക്കണം. ഇതിനാവശ്യമായ ഫ്രാഗ്രൻസും ചേർത്ത് കൊടുക്കണം അല്ലേ. നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഈ മുരിങ്ങയിലയുടെ പൗഡർ ആയുർവേദിക് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ വാങ്ങാനായിട്ട്. നല്ലതാണ് കേട്ടോ, സ്കിന്നിന് നല്ല നിറം വെക്കാൻ ഈ മുരിങ്ങയിലയുടെ പൗഡർ നല്ലതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഗ്ലിസറിൻ ചേർക്കണം. ഇത് സ്കിന്നിന് നല്ല ഡ്രൈ ആക്കണ സാധനമാണ് കേട്ടോ. അപ്പോൾ ഗ്ലിസറിനും വൈറ്റമിൻ ഇ ഒക്കെ ചേർത്തിട്ട് വേണം ഈ സോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഇനി ഗ്ലിസറിൻ ബേസാണെന്ന് വിചാരിച്ചിട്ട് ചേർക്കാതിരിക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്തോ. നമുക്കിനിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ബേസ് നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പതുക്കെ ഇങ്ങനെ ഒരേ ഡയറക്ഷനിലേക്ക് ഇളക്കണം, അല്ലെങ്കിൽ ഇനി പത വീഴാതിരിക്കാനായിട്ട്. അപ്പോൾ സാവധാനം ഇളക്കിയിട്ട് വേണം കേട്ടോ. അത് കുറച്ച് സമയം എടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 250 ഗ്രാം ബേസിന് നമുക്ക് 6 ml ഫ്രാഗ്രൻസ് ചേർക്കണം കേട്ടോ. നമുക്ക് എടുക്കാം. ഏഴ് ml ആയി, അത് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സ്മെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. സ്മെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 2 ഡ്രോപ്സ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എന്ത് സോപ്പാണ് ഉണ്ടാക്കണമെങ്കിലും, ഇപ്പോൾ ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഇതുപോലെ ഗ്രീൻ കളർ കിട്ടിയാലും നമ്മൾ കളറ് 2 ഡ്രോപ്സ് എന്തായാലും ആഡ് ചെയ്യണം കേട്ടോ. ഈ ഒരു കളറെന്ന് പറയുന്നത് നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ സോപ്പിൻ്റെ കളറ് മങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കളർ ആ സോപ്പ് തീരണ വരെയും ആ സോപ്പിന് കളറുണ്ടാവും കേട്ടോ. അപ്പോൾ എന്ത് സോപ്പാണെങ്കിലും, ഇപ്പോൾ നമുക്ക് അലോവേരയുടെ ട്രാൻസ്പെറൻറ്റ് സോപ്പാണെങ്കിൽ അത് വേണ്ട. അല്ലാതെ നമ്മൾ ഈ കളറ് വന്ന എന്താണെങ്കിലും, ഇപ്പോൾ പപ്പായ ആണെങ്കിൽ പോലും അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്ത് സോപ്പാണെങ്കിലും കേട്ടോ, കുറച്ച് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മോൾഡൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഡ്രോപ്സ് ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. ടു ഡ്രോപ്സ് കളർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വീഡിയോയുടെ താഴെ വന്നിട്ട് ചോദിച്ചോട്ടോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ കുറേ കസ്റ്റമർ വിളിച്ചിട്ട് ഈ പ്രിസർവേറ്റീവ് ചേർക്കണ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലി അത് ചേർക്കണ്ടെന്ന് മീൻസ് നമ്മളിപ്പോൾ ചെറിയ ബിസിനസ്സുകാർക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ 1 കിലോയ്ക്ക് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പ്രിസർവേറ്റീവ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് ആ സോപ്പ് ഒരു 5-6 പേർക്ക് കൊടുക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അത് അവരപ്പം തന്നെ അങ്ങോട്ട് യൂസ് ചെയ്ത് തീരും. അത് എടുത്ത് വെച്ചേക്കാനുള്ള സോപ്പല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ ഒത്തിരി സോപ്പൊക്കെ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിപ്പോൾ കുറേ നാൾ ഇരിക്കണ സോപ്പാണെങ്കിൽ അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ വൈറ്റനിങ് സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നേരം മിക്സ് ചെയ്യാനൊക്കെ വെച്ചത് കൊണ്ട് കട്ടായി തുടങ്ങി. സോപ്പ് നമുക്ക് അൺമോൾഡ് ചെയ്തിട്ട് കാണാം കേട്ടോ. പിന്നെ
എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ തന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കിത് സോപ്പ് സെറ്റായിട്ട് അൺമോൾഡ് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മുടെ സോപ്പ് റെഡിയാണ് കേട്ടോ. ആയുർവേദിക് സോപ്പ്. നേരെ പിടിക്കുവാനോ ഫോൺ. എൻ്റെ ഇളയ ആളെയോണ്ട് വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ട് കൊടുത്തതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ക്യാമറമാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. ഇപ്പം നമ്മുടെ 2 സോപ്പ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കാം കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ.